വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പാനൂർ എന്ന് പറയുന്നത് നിരവധി സംഭവ വികാസങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശമാണ്. ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും പേരുകേട്ട പാനൂർ ഈ അടുത്ത കാലത്ത് സമാധാന അന്തരീക്ഷത്തിലേക്ക് പതിയെ കടന്നു വരികയാണ്. അതിനിടയിലാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ RSS കാബാലികർ സംഘപരിവാറിന്റെ പ്രവർത്തകർ ചേർന്ന് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെയും കൂട്ടാളികളെയും ആക്രമിച്ചിരിക്കുകയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും സാരമായി പരിക്കേറ്റതുകൊണ്ട് ഇപ്പോൾ ആദ്യം എത്തിച്ച ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ട് തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മഞ്ജൂറിനെയാണ് ഒരു സംഘം ആളുകൾ അർദ്ധരാത്രി ആക്രമിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അർദ്ധരാത്രിയിൽ മഞ്ജൂറിന്റെ 2 കൂട്ടാളികളും ചേർന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. RSSകാരായ കുറച്ചാളുകൾ ഇവർ വരുന്ന വഴിയിൽ പതുങ്ങിയിരിക്കുകയും തുടർന്ന് ഇവർ വരുന്ന തക്കം നോക്കിയിട്ട് ഇവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുമായിരുന്നു. എന്നാൽ ഇവർ അതിനെ പ്രതിരോധിച്ചതിനിടയിൽ മഞ്ജൂറിന്റെ കൈക്ക് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കേറ്റിട്ടുണ്ട്. അതായത് മഞ്ജൂറിന്റെ കൈയിലേക്ക് ഒരു കുത്തേറ്റിട്ടുണ്ട്. ആ കുത്തേറ്റത് കൊണ്ട് തന്നെ മഞ്ജൂറിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതുപോലെ തന്നെ അവിടെ ഓടിയെത്തിയ ആളുകളൊക്കെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ആക്രമണത്തിന് ശേഷം അക്രമകാരികൾ ഓടിയൊളിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും എന്നും പ്രതികളെ ഉടൻ പിടികൂടും എന്നുമാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് മുസ്ലിം ലീഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. BJPയുടെ വർഗീയവാദികളായിട്ടുള്ള ആക്രമണകാരികൾ ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ജനാധിപത്യ മര്യാദയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. സമാധാന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന പാനൂരിനെ അശാന്തിയിലേക്ക് കൊണ്ടുപോകാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് വിഷയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. നിലവിൽ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ മഞ്ജൂർ ചികിത്സയിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.